നിങ്ങൾ ഇനിയും സോളാർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഹൈബ്രിഡ് സോളാർ ചെയ്യണം. ഓൺ ഗ്രിഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇച്ചിരിയും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. പക്ഷേ ഹൈബ്രിഡ് സോളാർ ചെയ്യുന്നതാണ് നമുക്ക് ബെനിഫിറ്റ്. നിങ്ങൾക്ക് ലോങ് ടേം അതാണ് നമുക്ക് ബെസ്റ്റ്. എൻ്റെ പേര് ഡോക്ടർ ജെയ്സ് ജോർജ്. ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ സോളാർ പാർട്ട്ണറാണ് റിച്ച് ഫൈറ്റോകെയറിന്. ഇത് ലിപ്സൺ ബി വർഗീസ്. ഞാൻ പത്തനംതിട്ട നോക്കുന്ന ആളാണ്. നമ്മളിവിടെ തിരുവല്ലായി ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ഹൈബ്രിഡിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 6 ഇൻവെർട്ടർ വെച്ച് 5.5 ഫാനിൽ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു വർക്കിങ്ങും കൂടാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത്. ഇതൊരു ഹൈബ്രിഡിൻ്റെ ഇൻവെർട്ടറാണ്. 6 സിംഗിൾ ഫേസ് ഇൻവെർട്ടറാണ്. അതിലേക്ക് നമ്മുടെ DC ഡിസ്ട്രിബ്യൂഷനുണ്ട്, AC-യുടെ ഉണ്ട്, സൈഡുകളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ആദ്യം നമ്മുടെ ഇൻവെർട്ടറിൻ്റെ വേണേൽ ഫംഗ്ഷനിങ് ഒന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ബോർഡ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്, പാനലിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രിഡിലേക്ക് പോകുന്നതുകൊണ്ട് ഹൗസ് ഹോൾഡിൽ എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതുണ്ട്. ഓരോന്നിൻ്റെ അതിലിങ്ങനെ നമുക്ക് ടച്ച് ആയതുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ ഓരോന്ന് പ്രൊഡക്ഷനും അറിയാൻ പറ്റും. ഇവിടെ പവർ ഇപ്പം 2733 വാട്ട്സോളം പ്രൊഡക്ഷൻ ഇപ്പം പാനലിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ PV വോൾട്ടേജും അതിൻ്റെ ആംസും എല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത് ഇവിടെ ബാറ്ററി സ്റ്റോറേജിൻ്റെയാണ്. ബാറ്ററിയുടെ ചാർജും ഇപ്പോൾ 99% ഫുൾ ചാർജിലാണ് നിൽക്കുന്നത് ബാറ്ററി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹൗസ് ഹോൾഡിൽ ഇപ്പം ഈ സിസ്റ്റം ഫുള്ളി ഇപ്പം നിൽക്കുന്നത് ഹൗസ് ഹോൾഡിൽ ഈ നമ്മുടെ ബാറ്ററി ബാക്കപ്പിലാണ് നിൽക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഏകദേശം 2135 വാട്ട്സിലാണ് നമ്മളിപ്പം പവറിലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ വീട് ഇപ്പം ഈ ബാറ്ററിയിലാണ് നിൽക്കുന്നത്. ഈ ബാറ്ററി നമ്മുടെ ലിഥിയമാണ് ചെയ്തിരിക്കുന്നത്. 48 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രിഡ് കണക്ഷൻ കിട്ടാൻ താമസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രിഡിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഓഫ് ഗ്രിഡ് കാണിക്കുന്നത്. ഗ്രിഡിലേക്ക് കണക്ഷൻ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ പവറിലോട്ടുള്ളത് കാണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അവിടുത്തെ അതും ഓഫാക്കി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് ഒരു ഹൈബ്രിഡിൻ്റെ അകത്തിൽ വരുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങളെ കാണിച്ച ഇത് എന്നാത്തനാന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഗ്രിഡ് പവർ ഇത് നല്ലതായിട്ട് ഒരു വീട് ഫുൾ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഡെമോതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതിൻ്റെ അകത്ത് ഓൺ ഗ്രിഡിൻ്റെ സകല ബെനിഫിറ്റ്സും ഉണ്ട്, എന്നാൽ ഓഫ് ഗ്രിഡിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. രണ്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇത് ലിഥിയം അയൺ ബാറ്ററിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ലോങ് ബാറ്ററി ലൈഫാണ്. ഇത് കമ്പനി പറയുന്നത് ഒരു ഏകദേശം 15 to 20 ഇയേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യുമെന്നാണ്. 10 ഇയേഴ്സ് ഇവർ വാറൻറ്റി തന്നെ തരുന്നുണ്ട് ഇതിന്. സോ ഈ ഒരു സോളാർ സിസ്റ്റത്തിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേറെ ജനറേറ്റർ വെക്കേണ്ട, നിങ്ങൾക്ക് വേറെ വീട്ടിൽ ഇൻവേർട്ടർ വേണ്ട, ഒന്നും വേണ്ട. 5000 വാട്ട്സ് 1 hour സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഈ ബാറ്ററിയുടെ റേറ്റിംഗ് കപ്പാസിറ്റി. അത് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു നോർമൽ വീടിനെ ഒത്തിരി മണിക്കൂർ നമുക്ക് ബാക്കപ്പ് എടുക്കാൻ പറ്റും ഇതിൽ നിന്ന്. ഇത് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഒരു സോളാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് പവർ ഇല്ലാതെ ഇരിക്കുന്ന ഒരു പ്രശ്നം വരത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇപ്പം എക്സാമ്പിൾ നമ്മുടെ ട്രാൻസ്ഫോമർ പോയ ഒരു സ്റ്റേറ്റായി, അല്ലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, നമുക്ക് ഗ്രിഡിൽ നിന്ന് പവർ ഇല്ലാത്ത ഒരു പ്രോബ്ലം വന്നു ലോങ് ടേം ആയിട്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കംഫർട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. കാരണം ഡേ ടൈമിൽ സൂര്യനുണ്ട്, അതിൽ നിന്ന് സോളാർ വരുന്നു, ബാറ്ററി ചാർജ് ആകുന്നു, നമുക്ക് നമ്മുടെ യൂസേജ് നോർമലായിട്ട് പോകുന്നു. നൈറ്റ് ടൈം 5000 വാട്ട്സ് ഫോർ 1 hour സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഇതിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ 5000 വാട്ട്സ് എല്ലാം നോർമലി ഒരു വീടും യൂസ് ചെയ്യത്തില്ല. ഒരു നോർമൽ യൂസേജ് നമ്മൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ നൈറ്റ് പിന്നെയും സസ്റ്റെയിൻ ആകും. അടുത്ത ദിവസം പിന്നെയും സൂര്യൻ വന്നു, ബാറ്ററി ചാർജായി. ഇങ്ങനെ നമുക്കൊരു പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഈവൻ വിത്തൗട്ട് ഗ്രിഡ് സപ്പോർട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അന്ധകാരത്തിൽ ഇരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു നോർമൽ ഓൺ ഗ്രിഡ് സോളാർ ചെയ്യുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ജസ്റ്റ് ഒരു എക്സ്ട്രാ കൊടുത്താൽ മതി. നോട്ട് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് നമ്മളൊരു ബാക്കപ്പ് എന്നാണല്ലോ നമുക്ക് വീട്ടിൽ വെക്കേണ്ടിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ബാക്കപ്പിൻ്റെ കോസ്റ്റ് ഇടുവാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് കൈൻഡ് ഓഫ് എ സൊല്യൂഷൻ. ദിസ് ഈസ് എ ബെറ്റർ സൊല്യൂഷൻ. ലോങ് ടേമിൽ ഫ്യൂച്ചറിൽ ഈവൻ നമ്മൾ വെളിയിൽ പോവുകയാണെങ്കിൽ US-ലും യൂറോപ്പ് മോസ്റ്റ് ഓഫ് ദ വേൾഡിൽ നോക്കുവാണെങ്കിൽ ഈ ടൈപ്പ് സിസ്റ്റംസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇന്ത്യയിലും ഇത് അവൈലബിൾ ആണ്. ഇത് ഇനിയും സോളാർ ചെയ്യുവാണെങ്കിൽ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും. ഇത് ഡൈയുടെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഡൈയുടെ ബ്രാൻഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമലി ഒരു സംശയം വരാവുന്നതാണ്, നമ്മൾ വീട്ടിൽ സാധാരണ ഇൻവേർട്ടർ ഉണ്ടല്ലോ, അതും ഇതുമായിട്ടുള്ള ഫങ്ഷനിങ് എങ്ങനെയാണ്, അത് ലാഭകരമാണോ എന്നുള്ള രീതി. അതാണ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദിവസം കറണ്ട് ഇല്ലാതിരിക്കുവാണെങ്കിലും
സിസ്റ്റം വർക്കിംഗ് ആണ്. ഓൺ ഗ്രിഡ് പോലെ തന്നെ ഓൺ ഗ്രിഡ് ആകുമ്പോൾ ഓഫായി പോകും. പക്ഷേ ഈ സിസ്റ്റം നമ്മൾ ബാക്കപ്പിൽ ഓഫ് ഗ്രിഡായിട്ട് ആ സമയത്ത് വർക്കിംഗ് ആകുന്നതുകൊണ്ട് ഇൻവേർട്ടർ ലൈനിൽ വരുന്ന ലൈനുകളെല്ലാം അതേ രീതിയിൽ പകൽ ഉപയോഗിക്കുകയും ചെയ്യും. അതേ സമയത്ത് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് ചാർജ് ആകുകയും ചെയ്യും. അപ്പം രാത്രിയിൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. പിറ്റേ ദിവസം ലൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ വീണ്ടും ചാർജായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഓഫ് ഗ്രിഡ് നമ്മൾ ബാറ്ററി സിസ്റ്റം ഉപയോഗിച്ച് സാധാരണ നോർമൽ ഇൻവേർട്ടർ ഉപയോഗിച്ച് ഡിസ്ചാർജ് ആയി പോകുന്ന ഒരു കേസ് ഇവിടെ നമ്മൾ വരുന്നില്ല. 2 ദിവസം കറണ്ട് ഇല്ല എങ്കിൽ നമുക്ക് നോർമലി ഒരു ഇൻവേർട്ടർ ആണെങ്കിൽ അത് ബാറ്ററി ഡിസ്ചാർജ് ആയി പോകും. പിന്നെ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രം ബാറ്ററി ചാർജ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു കേസ് ഇവിടെ നമുക്ക് വരുന്നില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഏറ്റവും നല്ലൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയും ആയതുകൊണ്ടും അത് നല്ലതാണ് എന്നുള്ളതാണ്. ബാക്കി പുതിയ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വരുന്നവർക്കും പുതിയ വീട് വെക്കുന്നവർക്കൊക്കെ ഇതേ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഇത് ഏറ്റവും ബെനിഫിറ്റായിട്ടുള്ള ഒരു ഇതുമാണ്. നിങ്ങളൊരു പുതിയൊരു വീട് വെക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ വെക്കാനായിട്ടൊരു പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇത് ഇൻകോപ്പറേറ്റ് ചെയ്ത് ആദ്യം തന്നെ ഡിസൈൻ ഫേസിൽ തന്നെ നിങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഡിസൈൻ വരുന്ന സമയത്ത് തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഈസിയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. എക്സിസ്റ്റിംഗ് വീടിനും ഇത് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ എക്സിസ്റ്റിംഗ് വീടും. പക്ഷേ ഒരു ഡിസൈൻ ഫേസിൽ തന്നെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽസ് അതിൻ്റെ അനുസരിച്ച് തന്നെ ഓൾറെഡി റെഡിയാകും. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സിനാരിയോ. കേരളം മൊത്തം ഞങ്ങൾക്ക് ഇൻസ്റ്റലേഷൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾ കോട്ടയം, പത്തനംതിട്ട, കൊച്ചിൻ ഈ ഏരിയകളിൽ കൂടുതൽ ഞങ്ങൾ കുറേ ഇൻസ്റ്റലേഷൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റിച്ചിൻ്റെ ഇൻസ്റ്റലേഷൻസ് ആണെങ്കിൽ കേരളം മൊത്തമുണ്ട്. കേരളം മൊത്തമല്ല, ഇന്ത്യ മൊത്തം ഉണ്ട്. സോ അതുപോലെ ഒരു കമ്പനിയുടെ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിൻ്റെ വീഡിയോയുടെ എൻഡിൽ ഞങ്ങൾ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് us. താങ്ക് യു.